കുളിപ്പിച്ചെടുക്കാട്ടാ. അടിപൊളിക്കാണ് അഞ്ചേണ്ട തൂക്കം നോക്കാം നമുക്ക്. അപ്പോൾ അത് ചെത്തി വൃത്തിയായി കഴിഞ്ഞിട്ടാ ഇനി ഇതിനെ വെട്ടാൻ കൊണ്ടുപോകണം. വെട്ടാനായിട്ട് നമ്മുടെ കടയുടെ ഉള്ളിലോട്ട് തന്നെ പോവാം. അപ്പോൾ എല്ലാവർക്കും ടോമിക്സ് ബിഷപ്പിൻ്റെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വലിയ കാളാഞ്ഞിണ്ടല്ലോ നിങ്ങൾ നേരത്തെ കണ്ടത്, അതിന് നമ്മുടെ ചാക്കുച്ചേട്ടൻ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് നിങ്ങൾ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും അറിയാതെ കാളാഞ്ചിക്ക് വളരെ ക്ഷാമമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കാളാഞ്ചി കൂട് കൃഷി ചെയ്ത് വളർത്തിയെടുത്ത കാളാഞ്ചികൾ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിലോയ്ക്ക് 580 രൂപ കണ്ട നമ്മൾ ആ കാളാഞ്ചി നമ്മളിപ്പോൾ വിൽക്കുന്നത്. അതും ലൈവായിട്ട് തന്നെയാണ് നമ്മുടെ കടയിൽ വിൽക്കുന്നത് കേട്ടോ. അതുകൂടാണ്ട് ചെറുവക മീനുകൾ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഉണ്ടായിരുന്ന വലിയൊരു മുതൽ നിങ്ങൾ കണ്ട അതേ കാളാഞ്ചിനെ ഉണ്ട്. അപ്പോഴേക്കും വേറെ കുറച്ച് ഐറ്റംസ് ആയിട്ട് നമ്മുടെ വേറൊരു ചേട്ടൻ വന്നൊക്കെയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ആ സഞ്ചി കണ്ടപ്പോൾ തന്നെ വിചാരിച്ച പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം തന്നെ അതേ വേറൊരു ചേട്ടൻ ഒരു ബക്കറ്റിൽ കുറച്ച് കാലം കുഞ്ചുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസുള്ള കുഞ്ച്, അതായത് 200 ഗ്രാമിന് മേൽപ്പെട്ടുള്ള കുഞ്ചുകളെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട് പതിവ്. അപ്പോൾ അതിന് താഴെ ഉള്ളത് നിങ്ങൾക്ക് 560 രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ 150 ഗ്രാം ആയാലും ശരി, ആ ഒരു സൈസൊക്കെ വരുന്ന കൊഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് 560 രൂപയ്ക്ക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഓക്കെ, അടിപൊളിക്കാണ് അഞ്ചേണ്ട തൂക്കം നോക്കാം നമുക്ക്. ഓക്കെ, കുറേ നാളുകൾക്ക് ശേഷമുണ്ട് ഇത്രയും വലിപ്പമുള്ള ഒരു കാളഞ്ഞിരുന്നത്. അപ്പോൾ ചാക്കോച്ചേട്ടന് കൊടുക്കാം, നമുക്ക് ക്ലീൻ ചെയ്യും. ചാച്ചോടേ ആ ഒന്ന് കുളിപ്പിച്ചെടുക്കാട്ടാ. അല്ല ചാക്കോച്ചേട്ടാ, കാളാഞ്ചിനെ കിട്ടിയിട്ട് വലിയ വലുതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട്. 6 പക്ഷേ 10, 20, 25 നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയിട്ട് ഇത് തന്നെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ആ അതെ, പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് പ്രശ്നമായി. ചെതുമ്പലോക്കി ഇതുകൊണ്ട് മറ്റേ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. കമ്മല് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. നേട്ടം ഇതിൻ്റെ ചെതുമ്പലുണ്ട്. നീ ഉണ്ടാവല്ലേ? നമ്മുടെ കടയ്ക്കുള്ളിൽ ഇത്തിരി ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ കാളാഞ്ചിയെ ഇപ്പോൾ നമ്മൾ പുറത്തിട്ടിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ വെട്ടാനായിട്ട് നമ്മൾ എന്തായാലും കടയുടെ അകത്തോട്ട് തന്നെ കൊണ്ടുപോകാനായിട്ടുണ്ട് പ്ലാൻ. അപ്പോൾ അത് ചെത്തി വൃത്തിയായി കഴിഞ്ഞിട്ടാ ഇനി ഇതിനെ വെട്ടാൻ കൊണ്ടുപോകണം. വെട്ടാനായിട്ട് നമ്മുടെ കടയുടെ ഉള്ളിലോട്ട് തന്നെ പോവാം. ഓക്കെ, ചെത്തി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. വേറെ ഏതൊരു മീനിനെ അപേക്ഷിച്ച് ഇത്തിരി ബലമുള്ളൊരു മീനാണ് കാളാഞ്ചി. അറിയാലോ, ബുദ്ധിയുള്ള മീനെന്ന് പറയാറുണ്ട്, നല്ല ബലവുമാണ്, മുള്ളിനൊക്കെ നല്ല ബലമുള്ള മീനാണ്. എന്നിരുന്നാലും മാംസത്തിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ മുള്ളില്ലാത്തൊരു മീനാണ് ഈ കാളാഞ്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു പേടിയും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മീനാണ് ഈ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് വലുത് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ഇപ്പോൾ ലൈവായിട്ട് ഡെയിലി കാളാഞ്ചികളുണ്ടാവും. അതായത് 1 കിലോ, 1.5 കിലോ, 2 കിലോ അല്ലെങ്കിൽ 2.5 കിലോ മാക്സിമം പോയി ആ ഒരു സൈസ് വരുന്ന കാളാഞ്ചികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഓർഡർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ
ഇപ്പോൾ നമ്മളുടെ ഈ ഗൂഗിളിലേക്ക് നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ കടയിലോട്ട് രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവട്ടെ കളഞ്ചി. അപ്പോൾ വലിയ മീനായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നേരെ പകുതിക്ക് വെച്ചിട്ട് ഇത് ഈ കാണുന്ന പോലെ വെട്ടി മുറിക്കേണ്ട. എന്നിട്ടാണ് നമ്മൾ അതിന് ചെറിയ ചെറിയ പീസിലാക്കിയിട്ട് കറി വയ്ക്കാനും വറുക്കാനുമുള്ള സെപ്പറേറ്റ് പീസിലാക്കി മാറ്റാനായിട്ട് പോകുന്നുണ്ട്. നോക്കി അതിൻ്റെ ബ്ലഡ് വരുന്നുണ്ട്, അതാണ് അതിൻ്റെ ഫ്രഷ്നെസ്. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറേ നാളായിട്ട് ഇതുപോലത്തെ കളഞ്ചിൽ കിട്ടിയിട്ട്. എന്നിരുന്നാലും ഇപ്പോഴും നമുക്ക് എപ്പോൾ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ കിട്ടും, ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഉണ്ടാവും. അപ്പോൾ മീനിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് എവിടെ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നൊന്നും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഇന്നൊരു ഭാഗ്യത്തിനൊരു കളഞ്ചി കിട്ടിയിട്ടുണ്ട്. ആഹാ, ഇത് കൊണ്ടിട്ടുണ്ട് ഇല്ല അവർ. അപ്പോൾ ഇത് വറക്കാനായിട്ട് നമ്മൾ മീൻ എടുക്കുന്നത് ഈ ഒരു കനത്തിലായിരിക്കട്ടെ മീൻ നമ്മൾ ഈ മീനിൽ നിന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പീസൊക്കെ നമ്മുടെ ചാകോച്ചായിട്ട് മുറിച്ചിടുന്നത് വറക്കാനായിട്ട് കണക്കാക്കി കട്ട് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വലിയ കളഞ്ചിയെ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാക്കോച്ചേനെ കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യിച്ചിട്ടുണ്ട്. കറി വയ്ക്കാനും വറക്കാനുമുള്ള പാകത്തിനാക്കിയിട്ട് ഈ ഒരു 7 കിലോളം തൂക്കം വരുന്ന കളഞ്ചിയെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ കസ്റ്റമർ വരുമ്പോൾ ആൾക്കെടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആളെന്തായാലും നമുക്കൊരു കാര്യം ഷുവറാണ്, നമുക്ക് 100% തൃപ്തിയായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു കളഞ്ഞിട്ട് നമുക്ക് കിട്ടിയേക്കുന്നതും ആൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമ്മളിന്ന് കൊടുക്കുകയും ചെയ്തിട്ടോ അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തിരി കൂടി നമ്മൾ കൂടുതലായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ നമ്മുടെ പ്രേക്ഷകരോടും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ.